ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കും രാജ്യത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക സ്ഥാപനവുമാണ് HDFC ബാങ്ക്. ഓഹരി വിപണിയിൽ എക്കാലത്തും നിക്ഷേപകർക്ക് മികച്ച വരുമാനം നൽകിയിരുന്ന ഏറ്റവും വിശ്വസനീയമായ കമ്പനികളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ സമീപകാലത്ത് HDFC ബാങ്ക് വലിയൊരു സാമ്പത്തിക കൊടുങ്കാറ്റിന് നടുവിലാണ് പെട്ടിരിക്കുന്നത്. ബാങ്കിന്റെ ഓഹരി മൂല്യത്തിൽ ഭീമമായ ഇടിവാണ് സംഭവിച്ചത്. ഇത് HDFCയെ മാത്രമല്ല, ഇന്ത്യൻ ഓഹരി വിപണിയെ ഒന്നാകെ താഴേക്ക് വലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു ബാങ്കിന് ഈ ഗതി വന്നത്? എന്താണ് യഥാർത്ഥത്തിൽ HDFC ബാങ്കിനുള്ളിൽ സംഭവിക്കുന്നത്? പ്രധാനമായും 3 പ്രതിസന്ധികളാണ് ബാങ്ക് നേരിടുന്നത്. ബാങ്കിന്റെ ചെയർമാന്റെ അപ്രതീക്ഷിത രാജി, AT1 ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവാദം, HDFC ലിമിറ്റഡുമായുള്ള ലയനത്തിന് ശേഷമുള്ള സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവയാണവ. HDFC ബാങ്കിന്റെ പ്രശ്നങ്ങളുടെ തുടക്കം 2026 മാർച്ച് 18 നടന്ന ഒരു അപ്രതീക്ഷിത സംഭവത്തിൽ നിന്നാണ്. ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാനായ അദാനു ചക്രവർത്തി തന്റെ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്ത ദലാൽ സ്ട്രീറ്റിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് വെറും ഒരു ഒഫീഷ്യൽ ലെറ്റർ മാത്രമായിരുന്നില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ കാരണം നിക്ഷേപകരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ബാങ്കിനുള്ളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ എന്റെ വ്യക്തിപരമായ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും നിരക്കുന്നതല്ല എന്നായിരുന്നു അദ്ദേഹം കത്തിൽ കുറിച്ചത്. എന്നാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുകയോ ഏതെങ്കിലും പ്രത്യേക സംഭവത്തെ ചൂണ്ടിക്കാണിക്കുകയോ ആരുടെയെങ്കിലും പേരെടുത്ത് പറയുകയോ ചെയ്തില്ല. ഇത്തരം ഒരു വലിയ ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ധാർമ്മികത എന്ന വാക്കുപയോഗിച്ച് രാജിവെക്കുമ്പോൾ ബാങ്കിൽ എന്തോ വലിയ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ നടക്കുന്നുണ്ട് എന്ന് വിപണി സംശയിച്ചു. ഇതിന്റെ പ്രത്യാഘാതം തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടു. മാർച്ച് 19-ന് HDFC ബാങ്കിന്റെ ഓഹരി വില ഒറ്റ ദിവസം കൊണ്ട് 8.7% ഇടിഞ്ഞു. നിഫ്റ്റി 50 സൂചികയിൽ വലിയ സ്വാധീനമുള്ള കമ്പനി ആയതിനാൽ HDFCയുടെ തകർച്ച ഇന്ത്യൻ ഓഹരി വിപണിയെ ഒന്നാകെ 3%-ലധികം താഴേക്ക് വലിച്ചു. വെറും നിമിഷങ്ങൾക്കകം ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത്. പിന്നീട് NDTV പ്രോഫിറ്റിന് നൽകിയ അഭിമുഖത്തിൽ അദാനു ചക്രവർത്തി തന്റെ വാക്കുകൾ മയപ്പെടുത്തി. ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഒന്നും നടന്നിട്ടില്ലെന്നും ചില ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും തനിക്ക് ഈ സ്ഥാപനത്തോട് വലിയ ബഹുമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ വൈരുദ്ധ്യമായ പ്രസ്താവനകൾ വിപണിയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. നിക്ഷേപകർക്ക് ബാങ്കിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടാൻ ഇത് കാരണമായി. തുടർന്ന് ബാങ്കിന്റെ ഓഹരി വില 731 രൂപ എന്ന ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തി. HDFC ബാങ്കിന്റെ വിശ്വസ്തതയെ ബാധിച്ച രണ്ടാമത്തെ വലിയ പ്രശ്നം AT1 ബോണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കാൻ ആദ്യം സാധാരണ ബോണ്ടുകളും AT1 ബോണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം ഒരു ഉദാഹരണത്തിലൂടെ അറിയണം. നിങ്ങൾ ഒരു എയർലൈൻ കമ്പനിക്ക് $10,000 5 വർഷത്തേക്ക് 5% പലിശയ്ക്ക് കടം നൽകുന്നു എന്ന് കരുതുക. കമ്പനി എല്ലാ വർഷവും നിങ്ങൾക്ക് $500 പലിശയായി നൽകണം. 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ $10,000 തിരികെ നൽകാൻ അവർ നിയമപരമായി ബാധ്യസ്ഥരാണ്. ഇനി കമ്പനി തകർന്നു പോയാൽ പോലും അവരുടെ വിമാനങ്ങളും മറ്റും വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് ബോണ്ട് ഉടമകൾക്ക് പണം തിരികെ ലഭിക്കാൻ മുൻഗണനയുണ്ട്. അതായത് ഇത് വളരെ സുരക്ഷിതമായ ഒരു നിക്ഷേപമാണ്. ഇതാണ് സാധാരണ ബോണ്ടുകൾ. എന്നാൽ AT1 ബോണ്ടുകൾക്ക് ഉയർന്ന പലിശ ലഭിക്കുമെങ്കിലും ഇവയ്ക്ക് നിശ്ചിത കാലാവധിയില്ല. നിങ്ങൾ $10,000 നിക്ഷേപിച്ചാൽ കമ്പനി നിങ്ങൾക്ക് 9% പലിശ നൽകും. എന്നാൽ ഈ പണം തിരികെ നൽകാൻ കമ്പനിക്ക് നിയമപരമായ ബാധ്യതയില്ല. അവർ പലിശ നൽകുന്ന കാലത്തോളം നിങ്ങളുടെ പണം അവരുടെ പക്കൽ തന്നെ ഇരിക്കും. ഏറ്റവും അപകടകരമായ കാര്യം എന്തെന്നാൽ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായാൽ ഈ ബോണ്ടുകളുടെ മൂല്യം പൂർണ്ണമായും 0 മാറ്റാൻ കമ്പനിക്ക് അധികാരമുണ്ട്. അതായത് നിക്ഷേപകന് പണം തിരികെ ലഭിക്കില്ല. 2021 മെയ് മാസത്തിൽ HDFC ബാങ്കിന്റെ ദുബായ് ബ്രാഞ്ച് തങ്ങളുടെ പ്രവാസികളായ ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് സ്വിസ് എന്ന ലോക പ്രശസ്ത സ്വിസ് ബാങ്കിന്റെ AT1 ബോണ്ടുകൾ വിൽക്കാൻ തുടങ്ങി. 10 മുതൽ 13% വരെ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ബാങ്ക് പ്രതിനിധികൾ ഇത് വിറ്റത്. ഇത് തികച്ചും സുരക്ഷിതമായ നിക്ഷേപമാണെന്ന് ഉപഭോക്താക്കളെ വിശ്വസിപ്പിച്ചു. കാലാവധിയില്ലാത്തതും ഉയർന്ന അപകട സാധ്യതയുള്ളതുമായ നിക്ഷേപമാണിതെന്ന് പലരെയും ബാങ്ക് അധികൃതർ കൃത്യമായി അറിയിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്റെ സമ്പാദ്യമായ 1 കോടി രൂപ HDFC ബാങ്ക് മാനേജറുടെ വാക്ക് വിശ്വസിച്ച് സുരക്ഷിതമെന്ന് കരുതി ഈ ബോണ്ടുകളിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. 2023 മാർച്ചിൽ ക്രെഡിറ്റ് സ്വിസ് ബാങ്ക് വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടു. സ്വിറ്റ്സർലൻഡിലെ മറ്റൊരു വമ്പൻ ബാങ്കായ UBS അവരെ ഏറ്റെടുത്തു. ഈ ഏറ്റെടുക്കലിന്റെ ഭാഗമായി തങ്ങളുടെ പക്കൽ പണമില്ലാത്തതിനാൽ $17 ബില്യൺ AT1 ബോണ്ടുകൾ റദ്ദാക്കുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചു. സ്വിസ് സർക്കാരും ഇതിന് അനുമതി നൽകി. ഒറ്റയടിക്ക് ഈ ബോണ്ടുകളുടെ മൂല്യം 0 മാറി. HDFC ബാങ്കിനെ വിശ്വസിച്ച് തങ്ങളുടെ കഷ്ടപ്പാടിന്റെ സമ്പാദ്യം മുഴുവൻ ഈ ബോണ്ടുകളിൽ നിക്ഷേപിച്ച നിരവധി പ്രവാസികൾക്ക് തങ്ങളുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഏറ്റവും സുരക്ഷിതമെന്ന് പറഞ്ഞ് ബാങ്ക് വിറ്റ ഉൽപ്പന്നം ഏറ്റവും വലിയ ചതിക്കുഴിയായി മാറിയെന്ന് നിക്ഷേപകർ തിരിച്ചറിഞ്ഞു. ഈ സംഭവം HDFC ബാങ്കിന്റെ വിശ്വാസ്യതയെ കാര്യമായി ബാധിച്ചു. HDFC ബാങ്കും ഭവന വായ്പകൾ നൽകുന്ന HDFC ലിമിറ്റഡും തമ്മിൽ നടന്ന വമ്പൻ ലയനമാണ് ബാങ്കിലെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു പ്രധാന കാരണം. ഇതൊരു ബാങ്കിന്റെ അടിസ്ഥാന പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഒരു ബാങ്ക് പ്രധാനമായും ലാഭം കണ്ടെത്തുന്നത് നിക്ഷേപങ്ങളിൽ നിന്നും വായ്പകളിൽ നിന്നുമാണ്.
സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നിവയിലെ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് വളരെ കുറഞ്ഞ പലിശ, അതായത് 3% വരെ മാത്രമേ നൽകേണ്ടതുള്ളൂ. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ബാങ്ക് 6 മുതൽ 7% വരെ പലിശ നൽകണം. ഇങ്ങനെ സ്വരൂപിക്കുന്ന പണം ബാങ്ക് 10% മുതൽ 12% വരെ പലിശയ്ക്ക് മറ്റുള്ളവർക്ക് വായ്പയായി നൽകുന്നു. കുറഞ്ഞ പലിശയ്ക്ക് പണം സ്വരൂപിച്ച് ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകുന്നതിലൂടെ ബാങ്കിന് ലഭിക്കുന്ന യഥാർത്ഥ ലാഭത്തെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ (NIM) എന്ന് വിളിക്കുന്നു. ലയനത്തിന് മുമ്പ് HDFC ലിമിറ്റഡ് ഒരു ബാങ്ക് ആയിരുന്നില്ല. അതൊരു വായ്പാ കമ്പനി അഥവാ NBFC, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി ആയിരുന്നു. അവരുടെ പക്കൽ 6 ലക്ഷം കോടി രൂപയുടെ ഭീമമായ ഭവന വായ്പകൾ ഉണ്ടായിരുന്നു. എന്നാൽ ലയനത്തിന് ശേഷം ഈ വലിയ വായ്പാ ബാധ്യത മുഴുവനായും HDFC ബാങ്കിന്റെ തലയിലായി. ഇത് ബാങ്കിനെ 2 രീതിയിലാണ് ബാധിച്ചത്. ഒന്നാമതായി, ഭവന വായ്പകൾക്ക് പൊതുവെ പലിശ നിരക്ക് വളരെ കുറവാണ്, ഏകദേശം 8.5%. എന്നാൽ വ്യക്തിഗത വായ്പകൾക്കും ബിസിനസ് വായ്പകൾക്കും ബാങ്ക് 12 മുതൽ 18% വരെ പലിശ ഈടാക്കിയിരുന്നു. ലയനത്തിന് ശേഷം കുറഞ്ഞ പലിശയുള്ള വലിയൊരു ശതമാനം ഭവന വായ്പകൾ ബാങ്കിന്റെ കണക്ക് പുസ്തകത്തിലേക്ക് വന്നതോടെ ബാങ്കിന്റെ ശരാശരി വായ്പാ പലിശ നിരക്ക് ഗണ്യമായി കുറഞ്ഞു. രണ്ടാമതായി, ഈ വലിയ ഭവന വായ്പകൾക്ക് ഫണ്ട് നൽകാൻ ബാങ്കിന്റെ പക്കൽ വില കുറഞ്ഞ കാസ, അതായത് കറന്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് നിക്ഷേപങ്ങൾ മാത്രം പോരാതെ വന്നു. അതിനാൽ ഉയർന്ന പലിശ നൽകി കൂടുതൽ സ്ഥിര നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ബാങ്ക് നിർബന്ധിതരായി. അതായത് കൂടിയ പലിശയ്ക്ക് ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ച് വളരെ കുറഞ്ഞ പലിശയ്ക്ക് ഭവന വായ്പ നൽകേണ്ട അവസ്ഥ ബാങ്കിനുണ്ടായി. ഇതിന്റെ ഫലമായി ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ (NIM) 4.1% നിന്ന് 3% കൂപ്പുകുത്തി. ഇത് ICICI, ആക്സിസ് തുടങ്ങിയ എതിരാളികളായ ബാങ്കുകളെക്കാൾ വളരെ താഴെയാണ്. സാധാരണക്കാർ അധികം ശ്രദ്ധിക്കാത്ത എന്നാൽ ബാങ്കുകളെ സംബന്ധിച്ച് വളരെ നിർണായകമായ മറ്റൊരു സാമ്പത്തിക പ്രശ്നം കൂടിയുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം ഓരോ ബാങ്കും തങ്ങളുടെ പക്കലെത്തുന്ന നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പണമായി റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. ഇതിനെ ക്യാഷ് റിസർവ് റേഷ്യോ (CRR) എന്ന് പറയുന്നു. അത് ഏകദേശം 3%. ഇതിന് പലിശയൊന്നും ലഭിക്കില്ല. കൂടാതെ മറ്റൊരു 18% തുക സുരക്ഷിതമായ സർക്കാർ ബോണ്ടുകളിൽ നിക്ഷേപിക്കണം. ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് പറയുന്നു. ചുരുക്കത്തിൽ, ഉപഭോക്താക്കൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഏകദേശം 21% തുക ബാങ്കുകൾക്ക് വായ്പയായി നൽകാനോ അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാനോ കഴിയില്ല. ബാങ്കുകൾ അമിതമായി വായ്പ നൽകി തകരാതിരിക്കാനാണ് RBI ഈ സുരക്ഷാ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ HDFC ലിമിറ്റഡ് ഒരു ബാങ്ക് അല്ലാത്തതിനാൽ അവർക്ക് ഈ കർശന നിയമങ്ങൾ ബാധകമായിരുന്നില്ല. ലയനത്തിന് മുമ്പ് തങ്ങളുടെ 6.25 ലക്ഷം കോടി രൂപയുടെ ഭവന വായ്പകൾ അവർ ബോണ്ട് മാർക്കറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിനാൽ അവർക്ക് CRR, SLR ബാധ്യതകൾ ഉണ്ടായിരുന്നില്ല. സമാഹരിച്ച പണം മുഴുവനായും അവർക്ക് വായ്പ നൽകാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ലയനത്തിന് ശേഷം ഈ വായ്പകൾ HDFC ബാങ്കിന്റെ കീഴിലായപ്പോൾ നിയമം മാറി. ബാങ്ക് പുതിയതായി സമാഹരിക്കുന്ന ഓരോ 1 ലക്ഷം കോടി രൂപയ്ക്കും 21,000 കോടി രൂപ CRR, SLR എന്നിവയ്ക്കായി നിർബന്ധമായും മാറ്റിവെക്കേണ്ടി വന്നു. അതായത് HDFCയുടെ ലക്ഷക്കണക്കിന് കോടിയുടെ വായ്പകൾക്ക് ആനുപാതികമായി ഏകദേശം 1.3 ലക്ഷം കോടി രൂപ യാതൊരു വലിയ ലാഭവുമില്ലാതെ വെറുതെ കിടക്കുന്ന അവസ്ഥയുണ്ടായി. ഈ 1.3 ലക്ഷം കോടി രൂപ ഒരു 9% പലിശയ്ക്ക് വായ്പ നൽകിയിരുന്നെങ്കിൽ ബാങ്കിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു. ഈ നിയമപരമായ ബാധ്യത ലയനത്തിന് ശേഷം ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രതയെ അതിരൂക്ഷമായി ബാധിച്ചു. ഒരു ബാങ്കിൽ എത്ര തുക നിക്ഷേപമായി ഉണ്ട്, അതിൽ എത്ര തുക വായ്പയായി നൽകി എന്ന് സൂചിപ്പിക്കുന്ന സാമ്പത്തിക അളവുകോലാണ് ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഹെൽത്തി ബാങ്കിന്റെ ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ 60 മുതൽ 80% വരെ ആയിരിക്കുന്നതാണ് സുരക്ഷിതം. ലയനത്തിന് മുമ്പ് HDFC ബാങ്കിന്റെ LDR വളരെ സുരക്ഷിതമായ 87 തൊട്ട് 88% ആയിരുന്നു. എന്നാൽ വായ്പാ കമ്പനിയായ HDFC ലിമിറ്റഡുമായുള്ള ലയനത്തിന് ശേഷം ഇത് കുത്തനെ ഉയർന്ന് 110% മാറി. ഇതിനർത്ഥം ബാങ്കിലുള്ള ആകെ നിക്ഷേപത്തെക്കാൾ കൂടുതൽ തുക അവർ വായ്പയായി നൽകിയിരിക്കുന്നു എന്നാണ്. ബാങ്കിന്റെ പക്കൽ പുതിയ നിക്ഷേപങ്ങൾ വരുന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് അവർ വായ്പകൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് 2026 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ ഇത് 98.5% കുറച്ചുകൊണ്ടുവരാൻ ബാങ്കിന് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇത് റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന സുരക്ഷിതമായ പരിധിക്കപ്പുറമാണ് നിൽക്കുന്നത്. നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാതെ വായ്പകൾ മാത്രം വർദ്ധിക്കുന്നത് ഒരു ബാങ്കിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണ്. ചുരുക്കത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ബാങ്കായ HDFC ബാങ്ക് ഇന്ന് നേരിടുന്നത് ഒരൊറ്റ പ്രശ്നമല്ല, മറിച്ച് പല സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു പരമ്പരയാണ്. ഒന്നാമതായി, AT1 ബോണ്ടുകൾ വിറ്റതിലൂടെ തങ്ങളുടെ വിശ്വസ്തരായ ഉപഭോക്താക്കൾക്കിടയിൽ ബാങ്കിനുണ്ടായ വലിയ വിശ്വാസക്കുറവ്. രണ്ടാമതായി, HDFC ലിമിറ്റഡുമായുള്ള ലയനത്തിന് ശേഷം ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ ഉണ്ടായ വലിയ ഇടിവ്. മൂന്നാമതായി, നിക്ഷേപങ്ങളെക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്ന വായ്പകൾ സൃഷ്ടിച്ച അസന്തുലിതാവസ്ഥ. നാലാമതായി, ചെയർമാന്റെ അപ്രതീക്ഷിത രാജിയും അദ്ദേഹത്തിന്റെ വൈരുദ്ധ്യമാർന്ന പ്രസ്താവനകളും ഓഹരി വിപണിയിൽ ഉണ്ടാക്കിയ പരിഭ്രാന്തിയും. ബാങ്കിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് അവരുടെ ഏറ്റവും വലിയ മൂലധനമാണ്. ഒരു ബാങ്കിന് ഇടപാടുകാരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ അതൊരു സാധാരണ പ്രശ്നമല്ല, അതൊരു അസ്തിത്വ പ്രതിസന്ധിയാണ്.
യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യവും കാരണം ആഗോള വിപണി തന്നെ ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് HDFC നേരിടുന്ന ഈ ആഭ്യന്തര പ്രതിസന്ധി നിക്ഷേപകരെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ബാങ്ക് എന്ന തങ്ങളുടെ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരാൻ HDFC മാനേജ്മെന്റ് അതിവേഗം ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്.